الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد عهدنا إلى آدم من قبل فنسي ولم نجد له عزما وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى فقلنا يا آدم إن هذا عدو لك ولزوجك فلا يخرجنكما من الجنة فتشقى. ഏറെ സമാദരണീയരായ സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പ്രപഞ്ചരക്ഷിതാവായ പടച്ചറബിന്റെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ജീവിതം നയിക്കാൻ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സൂറത്ത് താഹയുടെ 49-ാമത് ക്ലാസ്സിൽ 115-ാമത്തെ ആയത്താണ് മുതലുള്ള ആയത്തുകളാണ് നിങ്ങളെ ഓതിക്കൽപ്പിച്ചത്. വലഖദ് അഹ്ദിനാ ഇലാ ആദമ മിൻ ഖബ്ലു ഫനസിയ വലൻ നജിദ് ലഹു അസ്മാ وإذ قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس أبى فقلنا يا آدم إن هذا عدو لك ولزوجك فلا يخرجنكما من الجنة فتشقى. നമ്മളിപ്പോ പുതിയൊരു സംഭവത്തിലേക്ക് അല്ലെങ്കിൽ ചരിത്രത്തിലേക്ക് വഴിമാറുകയാണ്. ഈ ആയത്ത് മുതൽ ഇവിടെ ആദം നബി അലൈഹിസ്സലാമയുടെ ചരിത്രമാണ് വിശദീകരിക്കുന്നത്. ആദം നബി അലൈഹിസ്സലാമയുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെയുള്ള കാര്യങ്ങളല്ല പറഞ്ഞു തുടങ്ങുന്നത്. അതിനിടക്ക് വെച്ച് എല്ലാവരുടെയും ശ്രദ്ധ ഉണ്ടാകുന്നതിനാവശ്യമായ വിധത്തിലുള്ള ഒരു സംഭവത്തോടു കൂടിയിട്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്താണെന്ന് നോക്കാം. വലഖദ് അഹ്ദിനാ ഇലാ ആദമ മിൻ ഖബ്ലു ഫനസിയ വലൻ നജിദ് ലഹു അസ്മാ. മുമ്പ് നാം ആദമിനോട് കരാർ ചെയ്യുകയുണ്ടായി, എന്നാൽ അദ്ദേഹം അത് മറന്നു കളഞ്ഞു. അദ്ദേഹത്തിന് നിശ്ചയദാർഢ്യമുള്ളതായി നാം കണ്ടില്ല. ആദം നബി അലൈഹിസ്സലാമയോട് അള്ളാഹു നേരത്തെ ചില കരാറുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. ആ കരാറുകൾ അദ്ദേഹത്തിന് ജീവിതത്തിൽ പാലിക്കാൻ സാധിക്കാതെ വന്നു എന്ന് വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തായിരുന്നു ആ കരാറ് എന്നും ആ കരാറ് തെറ്റിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ അതിൽ നിന്ന് അദ്ദേഹം പിന്മാറിയതിന് ഉണ്ടായ സാഹചര്യങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ആ സംഭവങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ. ആദം നബി അലൈഹിസ്സലാമക്ക് അഹിദിന, നാം കരാർ ചെയ്യുകയുണ്ടായി. പക്ഷെ അദ്ദേഹം അത് മറന്നുപോയി. മനുഷ്യനാണ്, ആ നിലയ്ക്ക് അദ്ദേഹം മറന്നുപോയി. എന്നിട്ട് ആ ഒരു മറവിയെ സംബന്ധിച്ച് ഖുർആൻ ശക്തമായ രൂപത്തിൽ പറയുന്നത്
അദ്ദേഹത്തിന് അസുമുണ്ടായിരുന്നില്ല, നിശ്ചയദാർഢ്യമുള്ളതായി നാം കണ്ടില്ല എന്ന്. പറഞ്ഞ കാര്യം അത് കൃത്യമായി പാലിക്കാൻ സാധ്യമാകാത്തൊരവസ്ഥയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് എന്ന്. ശബ്ദം ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, നല്ല ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലേ? ശരി. അതിനുള്ള വാക്കുകൾ ഈ ആയത്തിലുള്ളതും തുടർന്ന് വരുന്ന ആയത്തുകളിലുള്ളതും ഒക്കെ ആയിട്ടുള്ള കുറെ വാക്കുകൾ, അതിന്റെ മാദിയും മുതാരിയും മസ്തറും ഒക്കെ ആയിട്ടുള്ള കുറെ വാക്കുകൾ നമ്മൾ ഈ സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ട്സ് അയച്ചു തരുന്നേരം വായിച്ചു നോക്കിയിട്ട് ഇത് വായിച്ചു പഠിക്കുകയാണെങ്കിൽ കുറെ അറബി ഭാഷ സംബന്ധമായിട്ട് കുറെ പദങ്ങൾ നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അഹിദിന, അഹിദ യഅഹദു അഹദുൻ, നാം കരാർ ചെയ്തു. നസിയ, അവൻ മറന്നു. നസിയ യൻസ, നിസിയാനൻ, മറവി. നജിദ്, വജദ യജിദു വുജൂദൻ, നാം കണ്ടില്ല. ലൻ നജിദ് എന്നാണ് നാം കണ്ടില്ല എന്നുള്ള വാക്കിന്റെ അതുണ്ട്. ബാക്കിയൊക്കെ മറ്റായത്തുകളിൽ വരുന്ന വാക്കുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ സൗകര്യം പോലെ വായിച്ചു നോക്കി മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ്. ഈ ആയത്തിലുള്ള പദങ്ങൾ ഒന്നുകൂടെ നമ്മളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഹിദിന, നാം കരാർ ചെയ്തു അല്ലെങ്കിൽ നാം കൽപ്പന നൽകി. നസിയ, അവൻ മറന്നു. ലം നജിദ്, നാം കണ്ടില്ല അല്ലെങ്കിൽ കണ്ടെത്തിയില്ല. അസ്മൻ, നിശ്ചയദാർഢ്യം അല്ലെങ്കിൽ മനക്കരുത്ത്. ആദം നബി അലൈഹി സ്വലാമയായിട്ടുള്ള അദ്ദേഹം ഒരു പാപം ചെയ്തു എന്നൊക്കെ പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കുന്നത്. അത് ഈ ഒരു മരത്തോട് അടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അതിൽ നിന്ന് പഴം കഴിച്ചു. അതിന്റെ പേരിലുണ്ടായ സംഗതികളൊക്കെയാണ്. അപ്പൊ ആ വിഷയത്തിലേക്ക് വരുന്നതിന്റെ മുമ്പ് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ള നിലക്ക് അള്ളാഹു ഇവിടെ ഉറപ്പെടുത്തുന്നത്, ആദം നബി അലൈഹിസ്സലാമയോട് നമ്മളിങ്ങനെ ഒരു കരാർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കരാർ അദ്ദേഹത്തിന് പാലിക്കാൻ സാധിച്ചില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് സൂക്ഷ്മതയും ബോധവും ഉണ്ടാകുവാനാണ് ഖുർആനിൽ വിവിധ തരത്തിലുള്ള താക്കീതുകൾ വിവരിച്ചിട്ടുള്ളത് എന്ന് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞല്ലോ. അങ്ങനെ അശ്രദ്ധയും സ്ഥിര ചിത്തതയില്ലായ്മയും മനുഷ്യ സഹജമായ ചില സ്വഭാവങ്ങളാണ് എന്ന് കാണിക്കാനാണ് പിന്നീട് ഈ സംഭവത്തിലൂടെ അള്ളാഹു ഈ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നത്. അശ്രദ്ധ ഉണ്ടാകുമ്പോ സ്ഥിര ചിത്തതയില്ലാതിരിക്കുക, അതൊക്കെ മനുഷ്യ സഹജമായ ചില സ്വഭാവങ്ങളാണ്. അതിനാൽ മനുഷ്യൻ അവന്റെ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആ കഥ അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് സദാ ശ്രദ്ധയുള്ളവരാകണം മനുഷ്യർ, സ്ഥിര ചിത്തതയുള്ളവരാകണം, അസുമുള്ളവരാകണം, ശ്രദ്ധ ഉള്ളവരാകണം നമ്മൾ ഓരോരുത്തരും എന്ന് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. ഇല്ലെങ്കിൽ ആ ഒരു മനക്കരുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, ആദ്യ പിതാവായ ആദം നബി അലൈഹി ഇസ്ലാമയെ പോലും പിശാചിന് വഴിതെറ്റിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിശാചിന് അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നും കൂടെ ഇതിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഓരോ കാര്യത്തിലും അള്ളാഹു നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി പാലിക്കണം. അങ്ങനെ പാലിക്കാൻ അതിനൊരു ദൃഢനിശ്ചയം ഓരോ മനുഷ്യനും ചെയ്യണം. അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടിയിട്ട് എന്റെ പരമാവധി ഞാൻ പരിശ്രമിക്കും എന്നൊരു ദൃഢനിശ്ചയം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കേണ്ടതാണ്. ആ പാഠങ്ങളാണ് ഈ പറയാൻ പോകുന്ന ആയത്തുകളിൽ ഉള്ളത് എന്ന് പറയാട്ടോ. തുടക്കത്തിൽ നമ്മൾ സംഭവങ്ങളിലേക്ക് പോയിട്ടില്ല, അതിന്റെ വിശദീകരണത്തിലേക്ക് വരാം. ഇങ്ങനെ ഒരു ദൃഢനിശ്ചയം മനുഷ്യന് ഇല്ലാതിരുന്നാൽ അവനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടത്തിന്, നഷ്ടത്തിന് ഇടയായി തീരും പിന്നീടുള്ള സംഗതികൾ എന്ന് ഈ ചരിത്രത്തിലൂടെ പഠിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിനാണ് ആദം നബി അലൈഹി സ്വലാമയുടെ കഥ ഇവിടെ മാത്രമല്ലല്ലോ, മറ്റൊരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ ആവർത്തിച്ച് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മനുഷ്യർക്ക് ഒരു സ്ഥിര ചിത്തത വേണം, ഒരു ദൃഢനിശ്ചയം വേണം. ഞാൻ പരമാവധി അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന തരത്തിലുള്ള ഒരു ബോധം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണ് എന്നിങ്ങനെയുള്ള സംഭവങ്ങൾ മനുഷ്യരെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്നാണ്. ആദം നബി അലൈഹിസ്സലാം ഫനസിയ എന്ന് പറഞ്ഞു, മറന്നു എന്നാണ് അദ്ദേഹം. എന്താണ് അദ്ദേഹം മറന്നത്? ആദം നബി അലൈഹിസ്സലാം മറന്ന സംഗതി എന്താണ്?
അള്ളാഹുവിന്റെ കൽപ്പന മറന്നുപോയത് കൊണ്ടാണ് ആ മരത്തിൽ നിന്ന് ഭക്ഷിച്ചത് എന്നാണ് പൊതുവെ പറയാറുള്ളത്. എന്നാൽ ഇവിടെ ഗൗരവപരമായ മറ്റു ചില ചിന്തകളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ആ മരത്തെക്കുറിച്ചുള്ള വിലക്കിനെ ആദം നബി അലൈഹി സ്വലാം മറന്നു എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. കാരണം പിശാച് ആ മരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ആദം നബി അലൈഹി സ്വലാമയുടെ അടുക്കിലേക്ക് വരുന്നത്. എന്നിട്ട് ആദം നബി അലൈഹി സ്വലാമയോട് അവരോട് പറയുന്ന കാര്യം, മാ നഹാകുമാ റബ്ബുകുമാ അന്നാദിഹി ശജറത്തി ഇല്ലാ അൻ തകൂനാ മലക്കൈനി ഔ തകൂനാ മിനൽ ഖാലിദീൻ. നിങ്ങൾ രണ്ടുപേരും മലക്കുകളാകുമെന്നോ അല്ലെങ്കിൽ നിത്യജീവികളാകുമെന്നോ ഉള്ളത് കൊണ്ടല്ലാതെ നിങ്ങളുടെ രക്ഷിതാവ് ഈ മരത്തിൽ നിന്ന് നിങ്ങളെ വിലക്കിയിട്ടില്ല. അപ്പൊ അള്ളാഹു നിങ്ങളെ ഈ മരത്തോട് അടുക്കരുത് എന്ന് പറഞ്ഞത് നിങ്ങൾ പിന്നെ മലക്കുകളായിപ്പോകും, അല്ലെങ്കിൽ ഇവിടെ നിത്യകാലവും കലാകാലവും ഇവിടെ താമസിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരവസ്ഥ നിങ്ങൾക്ക് ഇല്ലാതിരിക്കാനാണ് നിങ്ങളുടെ റബ്ബ് ഈ മരത്തിൽ നിന്ന് നിങ്ങളെ വിലക്കിയത് എന്ന് പറയുമ്പോ ആ മരത്തെപ്പറ്റി തന്നെ പറഞ്ഞിട്ടാണ് പിശാച് ഇവരെ തെറ്റിലേക്ക് നയിക്കുന്നത്. അപ്പൊ ആ മരത്തെ സംബന്ധിച്ച് അല്ല മറന്നുപോയത്, പിന്നെന്താ മറന്നത്? ഇബ്ലീസ് ആ വിലക്കിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്ത് നിങ്ങളോട് ഇങ്ങനെ വിലക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്തിനാ വിലക്കിയത് എന്നൊരു തെറ്റിദ്ധാരണ അവിടെ പരത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വിലക്ക് ആദം നബി അലൈഹി സ്വലാം അറിയും അങ്ങനെ ഒരു വിലക്കുണ്ടായിരുന്നു എന്നത് ആദം നബി അലൈഹി സ്വലാം മറന്നു എന്ന് കരുതുന്നത് യുക്തിക്ക് അനുയോജ്യമല്ലല്ലോ. യഥാർത്ഥത്തിൽ ആദം നബി അലൈഹി സ്വലാം മറന്നത് എന്താണെന്നറിയോ? അത് സാധാരണ എല്ലാവരും മറന്നു പോകുന്ന കാര്യമാണ്. മനുഷ്യരൊക്കെ മറന്നു പോകുന്ന കാര്യമാണ്. അതെന്താണത്? ഇബ്ലീസ് എന്നത് വലിയ ശത്രുവാണ്, ആജന്മ ശത്രുവാണ് പിശാജ്. പിശാജിന്റെ ശത്രുതയെക്കുറിച്ചുള്ള അള്ളാഹുവിന്റെ മുന്നറിയിപ്പാണ് ആദം നബി അലൈഹി സ്വലാം യഥാർത്ഥത്തിൽ മറന്നത്. ആ വരുന്ന ആയത്തിൽ, അടുത്ത് വരുന്ന ആയത്തുകളിൽ നമുക്ക് കാണാം, ഇന്നഹാദ അദുവ്വുല്ലക വലി സൗജിക വലാ യുഖ്രിജന്നകുമാ മിനൽ ജന്നത്തി ഫതശ്ഖാ എന്ന് പറയുന്നുണ്ട്. തീർച്ചയായും ഇവൻ നിനക്കും നിന്റെ പങ്കാളിക്കും ശത്രുവാണ്, അതിനാൽ അവൻ നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കട്ടെ, അങ്ങനെയാകുമ്പോൾ നീ കഷ്ടപ്പെടും എന്ന് പറയുന്ന പിശാചിനെ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന പിശാചി ആജന്മ ശത്രുവാണ് എന്ന് പറഞ്ഞ ആ ഒരു സംഗതിയാണ് യഥാർത്ഥത്തിൽ ആദം നബി അലൈഹി സ്വലാം മറന്നുപോയത്. ഇതൊരു മനുഷ്യ സഹജമായ ശ്രദ്ധക്കുറവാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ശത്രുവിന്റെ ഉപദേശം കേൾക്കുമ്പോൾ കാണിക്കേണ്ട ഒരു സൂഅല്ലേ, ഒരു അവിശ്വാസല്ലേ, അത് അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാനുള്ള ഒരു ബോധല്ലേ, ആ ബോധോദയം ആ സമയത്ത് ആദം നബി അലൈഹി സ്വലാമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പിശാചിന്റെ വാചകമടി ഉണ്ടല്ലോ, നിങ്ങള് ഈ മരത്തിന്റെ അടുക്കിലേക്ക് വരരുത് എന്ന് പറഞ്ഞത് നിങ്ങൾ എല്ലാ കാലവും ഇവിടെ താമസിക്കാതിരിക്കാനാണ്, അല്ലെങ്കിൽ നിങ്ങള് മലക്കായി പോകും, മലക്കുകളുടെ കൂട്ടത്തിലേക്ക് ഉയർന്നു പോകും, നിങ്ങൾ അത് സംഭവിക്കാതിരിക്കാനാണ് നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ ആ വാചകമടിയിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ വീണുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. അല്ലാതെ ആ മരത്തെ സംബന്ധിച്ച് അദ്ദേഹം മറന്നുപോയിട്ടില്ല. അതിനൊരു വിലക്കുണ്ട് എന്ന കാര്യമല്ല മറന്നത്, പിശാചിനെ ശത്രുവായി കാണുന്ന ആ വിഷയമാണ് മറന്നു പോകുന്നത്. അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ തെറ്റ് ചെയ്യുമ്പോ തെറ്റാണെന്നറിയാം, പക്ഷെ വീണ്ടും എന്തുകൊണ്ട് അതിന്റെ പിന്നാലെ പോകുന്നു എന്ന് ചോദിച്ചാൽ, പിശാച് അത് സാരല്ല, അത് നമുക്ക് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ പിന്നാലെ കൂടുമ്പോ പിശാചിനെ ശത്രുവായിട്ട് കാണാൻ സാധ്യമല്ലാത്തൊരവസ്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വരുന്നുവെന്നാണ്. അപ്പൊ അതാണ് ഇബ്ലീസിന്റെ ആ തന്ത്രത്തിലെ വൈരുദ്ധ്യം. ഒന്ന്, യഥാർത്ഥത്തിൽ അവൻ തന്ത്രശാലിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു തന്ത്രവും ഇല്ലാത്തവനാണ്. എന്താ തന്ത്രമില്ല എന്ന് പറയുന്നത്? ഇബ്ലീസ് പറഞ്ഞത് ഈ മരത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ കാലാകാലം ജീവിക്കാം, നിങ്ങൾക്ക് മലക്കുകളാകാം എന്നൊക്കെയാണ് പറഞ്ഞത്. ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഇവിടെ ഇബ്ലീസിനോട് തിരിച്ചു ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അതെന്താ? നീ എത്ര ബുദ്ധിയുള്ളവനാണെങ്കിൽ
എന്തുകൊണ്ട് ഈ മരത്തിൽ നിന്ന് നീ കഴിച്ച് ഒരു മലക്കോ അല്ലെങ്കിൽ ഇവിടെ ഒരു നിത്യജീവിയോ നിത്യകാലവും ജീവിക്കാനൊക്കെ ഉള്ള സാഹചര്യമോ നിനക്ക് എന്തുകൊണ്ട് സാധ്യമായില്ല? മറിച്ച് നീ പടച്ചോന്റെ അടുക്കൽ ചെന്ന് ശപിക്കപ്പെട്ട് സ്വർഗത്തിൽ നിന്ന് പുറത്തുപോയ ഒരവസ്ഥ ഉണ്ടായപ്പോ അള്ളാഹുവിനോട് ചെന്ന് കെഞ്ചിയതല്ലേ? എന്താ കെഞ്ചിയത്? അന്തർനീലായോമിയുബഅസൂൻ, പുനരുദ്ധാന നാൾ വരെ എനിക്ക് നീ അവധി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നീ കെഞ്ചി വാങ്ങിയതല്ലേ നിന്റെ നിത്യായുസ്? പകരം നീ ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നോ എന്ന് തിരിച്ചു ചോദിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാ അവൻ ചെയ്തത്, അവന്റെ കുതന്ത്രം എന്ന് പറയുന്നത് ഒരു വില കുറഞ്ഞ കുതന്ത്രമായിരുന്നു. പക്ഷെ അവിടെ ആ സമയത്ത് ആദം നബി അലൈഹി ഇസ്ലാമക്ക് അതിന്റെ പിശാചിനെ ശത്രുവായി കാണാൻ സാധ്യമല്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥക്ക് അവിടെ വന്ന ചെറിയ വിഘ്നമാണ് ഇവിടെ സംഭവിച്ചത് എന്നാണ്. അപ്പൊ നമ്മൾ ഓർത്തു നോക്കുമ്പോ പിശാച് നമ്മുടെ മുമ്പിൽ വെക്കുന്ന വാഗ്ദാനങ്ങൾ എപ്പോഴും പൊള്ളയായിരിക്കും എന്നൊരു വലിയ പാഠം ഇതിലുണ്ട്. സ്വന്തമായി നിലനിൽക്കാൻ കഴിവില്ലാത്ത, അള്ളാഹുവിനോട് ആയുസ്സിനായി ഇരക്കുന്ന ഒരുവൻ മറ്റൊരാൾക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്യുന്നത് എത്ര വലിയ വൈരുദ്ധ്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തിരിച്ചറിയാൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം. മറവി സംഭവിച്ചു എന്നല്ല പറഞ്ഞത്, ഫനസിയ. മറവി എന്നത് ഒരു ഒഴികഴിവല്ല യഥാർത്ഥത്തിൽ. സാധാരണ തെറ്റോ മറവിയോ സംഭവിക്കുന്നത് ഈ ഉമ്മത്തിന് അള്ളാഹു വിട്ടു നൽകിയിട്ടുണ്ട്. സാധാരണയായിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അറിയാതെ സംഭവിച്ചു പോകുന്നത്, മറവി മുഖേന സംഭവിച്ചു പോകുന്നത്, അതൊക്കെ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതിന് അള്ളാഹുവിനോട് നമ്മൾ അവന്റെ അടുക്കലേക്ക് പാശ്ചാത്തപിച്ച് മടങ്ങിയാൽ മതി എന്നറിയാലോ. എന്നാൽ ആദം നബി അലൈഹി സ്വലാമയുടെ കാര്യത്തിൽ മാത്രം ഈ ഒരു മറവി എന്നത് വലിയൊരു പിഴവായി കാണാൻ കാരണം എന്താണ്? കാരണം അള്ളാഹുവിനോട് നേരിട്ട് സംവദിക്കുന്ന വളരെ പരിമിതമായ കൽപ്പനകൾ മാത്രം ലഭിച്ചൊരു പ്രവാചകൻ, അള്ളാഹുവിനോട് നേരിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ വളരെ പരിമിതമായ കൽപ്പനകൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ മുമ്പിലുള്ളത്. അങ്ങനെയുള്ള ഒരു പ്രവാചകൻ, അതും തന്റെ ഏറ്റവും വലിയ ശത്രുവിനെ കുറിച്ച് വ്യക്തമായ താക്കീത് ലഭിച്ചിട്ടും അത് മറന്നുപോയി എന്നത് അദ്ദേഹത്തിന്റെ പദവിക്ക് അനുയോജ്യമായ ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ടാണ് ഖുർആൻ അടിക്കടി ഈ വിഷയം ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വലിയൊരു പാഠമായിട്ട് നമ്മുടെ മുമ്പിൽ ഈ സംഭവങ്ങൾ അള്ളാഹു വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോ ഇവിടെ നമ്മൾക്ക് വളരെ ജാഗ്രതയുള്ള ഒരു നിർദ്ദേശമാണ് ആദം നബി അലൈഹി സ്വലാമിയുടെ കഥയിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും സദാ ജാഗ്രത പാലിക്കണമെന്നാണ് പിശാചിന്റെ വിഷയത്തിൽ. പിശാച് വരുന്നത് വലിയ കൊമ്പും വാലും ഒന്നും ആയിട്ടായിരിക്കില്ല, മറിച്ച് നമ്മുടെ ഗുണകാംക്ഷിയാണ്, നമ്മളോട് നല്ല കാര്യമാണ് ഉപദേശിക്കുന്നത് എന്ന ഭാവത്തിലാണ് പിശാച് നമ്മുടെ അടുക്കിലേക്ക് വരിക. തെറ്റായ കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന രൂപത്തിലാണ്. നമ്മുടെ വീഴ്ചകളെയും നമ്മുടെ ആശകളെയും ഒക്കെ, അഥവാ നമുക്ക് കാലാകാലങ്ങളെ ജീവിക്കണം, നമുക്ക് അധികാരം കിട്ടണം എന്നൊക്കെയുള്ള രൂപത്തിലുള്ള സംഗതികളാണ് പിശാച് അവന്റെ മനുഷ്യരെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ശത്രുവിന്റെ വാഗ്ദാനങ്ങളെ യുക്തിപൂർവം വിശകലനം ചെയ്യാൻ നമ്മൾ മെനക്കെടണം. അങ്ങനെ നമുക്ക് സാധിക്കാതെ വന്നാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും എന്ന സംഭവം കൂടി ആദം നബി അലൈഹി സ്വലാമയുടെ ഈ ഒരു ചരിത്രത്തിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാമക്ക് സംഭവിച്ചത് കേവലം ഒരു മരത്തിലെ ഫലം കഴിക്കൽ മാത്രമല്ല. നമ്മൾ പറഞ്ഞതുപോലെ ശത്രുവിനെ തിരിച്ചറിയാൻ സാധിക്കാത്ത അതിലുള്ള അതിലുള്ള ഒരു ജാഗ്രത കുറവ് ആണ് എന്ന് ഇപ്പോ നമ്മൾ പറഞ്ഞ ഈ വിഷയങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത്രയധികം ആദരിക്കപ്പെട്ട മനുഷ്യനെ അള്ളാഹു പിശാച് വഞ്ചിച്ചുവെങ്കിൽ, ഇത്രയും ആദരിക്കപ്പെട്ടതെന്ന് പറയുമ്പോ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയുന്നുണ്ട്, വൈദുൽ മലായികത്തു ലി ആദം, മലക്കുകളോട് നമ്മൾ പറയുന്നു നിങ്ങളെല്ലാവരും ആദമിന് സുജൂദ് ചെയ്യണം എന്ന. ഇതൊക്കെ ഈ സംഭവം കഴിഞ്ഞ് ആദമിന്റെ സൃഷ്ടിപ്പിന്റെ ഉടനെ പറയുന്ന വിഷയമുണ്ടല്ലോ. അപ്പൊ അത്രയും ആദരിച്ച ഒരു വ്യക്തിയെ പിശാച് വഞ്ചിച്ചുവെങ്കിൽ ആദം നബി അലൈഹി സ്വലാമയുടെ പിൻഗാമികളായ നമ്മൾ എത്രത്തോളം ജാഗ്രത പാലിക്കണം ജീവിതത്തിൽ
എന്ന വലിയൊരു ചിന്താ വിഷയം കൂടിയാണ് ഈ ആയത്ത് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അടുത്ത ആയത്തിലേക്ക് പോകാം. വൈദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ ലി ആദം ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ. അപ്പൊ ഇടയ്ക്ക് വെച്ച് ഒരു സംഭവം പറഞ്ഞിട്ട് ആദം നബി അലൈഹി സ്വലാമയുടെ സൃഷ്ടിപ്പിന്റെ ആ തുടക്കത്തിലുള്ള വിഷയത്തിലേക്ക് പോവുകയാണ് ഇനി ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ്. ആ സംഭവം പറയുമ്പോ ഖുർആൻ ഒരു കഥ പറയുമ്പോ അത് തുടക്കത്തിൽ നിന്ന് തുടങ്ങിയിട്ട് അവസാനം വരേക്കും ഒരേ ഓർഡറിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്ന രൂപമല്ല. ഇവിടെ ഒരു ശ്രദ്ധ ക്ഷണിക്കലിന്റെ ഭാഗമായിട്ട് ഈ കഥ പറഞ്ഞു തുടങ്ങുമ്പോ ഈ പിശാച് വഞ്ചിച്ച ആ കഥകൾ എടുത്തു പറഞ്ഞിട്ട് ഇനി അതിന്റെ തുടക്ക ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. അതെന്താണിത്? നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യൂ എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അപ്പൊ ആദം നബി അലൈഹി സ്വലാമിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അപാകത വന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓർമ്മപ്പെടുത്തുന്ന എന്താണ്? അദ്ദേഹത്തിന് വലിയ ബഹുമാന ആദരവുകൾ ലഭിച്ചിട്ടുണ്ട്. മലക്കുകൾ അദ്ദേഹത്തിന് സുജൂദ് ചെയ്യുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് എന്ന്. വൈദ് ഖുൽനാ ലിൽ മലായികത്തി ഇസ്ജുദൂ, മലക്കുകളോട് നാം പറഞ്ഞു ഉസ്ജുദൂ, നിങ്ങളെല്ലാവരും സുജൂദ് ചെയ്യുവീൻ, ലി ആദമ, ആദമിന്. ഫസജദൂ, അവരെല്ലാവരും സുജൂദ് ചെയ്തു. ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴിച്ച്, പിശാച് ഒഴിച്ച്. അബാ, അവൻ വിസമ്മതിച്ചു. നമുക്കറിയാം ആദം നബി അലൈഹി സ്വലാമൊക്കെ ഈ തെറ്റുപറ്റിയിട്ട് അദ്ദേഹം അതിന്റെ പേരിൽ മടങ്ങി പോവുകയല്ല ചെയ്തത്. തിരിച്ച് അള്ളാഹുവിനോട് റബ്ബനാ ദലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ എന്ന് പറഞ്ഞുകൊണ്ട് പാശ്ചാത്തപിച്ച് മടങ്ങിയാണ്, പടച്ചോനെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് തെറ്റുപറ്റിപ്പോയി, ഞങ്ങൾ അക്രമകാരികളാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കുകയാണ് ചെയ്തത്. എന്നാൽ പിശാച് എന്താണ് ചെയ്തത്? പിശാച് ഇവിടങ്ങളിലൊക്കെ ചെയ്യുന്നത് അവൻ വിസമ്മതിച്ച് അഹങ്കാരിയായി മാറുകയാണ് ചെയ്യുന്നത്. ആ തെറ്റിൽ നിന്ന് പിന്മാറാനാണോ അവൻ ഒരുങ്ങിയത്? അല്ല, ആ തെറ്റിൽ തന്നെ അടിയുറച്ചു നിൽക്കാനും എന്നിട്ട് ലോകത്ത് വരുന്ന ആളുകളെ മുഴുവനും അത് തെറ്റിലേക്ക് കൊണ്ടുപോകാനും അവരെ വഴിതെറ്റിക്കാനുമുള്ള സംഗതികളാണ് അവൻ ചെയ്യുന്നത്. അതാണ് ഈ മനുഷ്യനും പിശാചും തമ്മിലുള്ള, ആദം നബി അലൈഹി സ്വലാമയും പിശാചും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതിനുള്ള ആയത്തുകൾ പദങ്ങൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാദി മുലാരിയും മസ്ദറൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിലുള്ള സ്ലൈഡ് കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഉസ്ജുദൂ, നിങ്ങൾ സുജൂദ്, സാഷ്ടാംഗ പ്രണാമം ചെയ്യുവീൻ. അബാ, അവൻ വിസമ്മതിച്ചു, നിരസിച്ചു. ഓക്കെ, അബാ, അവൻ വിസമ്മതിച്ചു, നിരസിച്ചു. അതാണ് അതിലുള്ള വാക്കുകളുടെ അർത്ഥം. ഇവിടെ ആദം നബി അലൈഹി സ്വലാം നബിയുടെ ചരിത്രം ഖുർആൻ പറഞ്ഞിരിക്കുന്ന ശൈലിയെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിച്ചു. ഖുർആൻ ചരിത്രങ്ങൾ വിവരിക്കുന്ന ഒരു പ്രത്യേക ശൈലിയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ അതിന്റെ സാരവും അതിന്റെ ക്ലൈമാക്സും ഒക്കെ പറഞ്ഞൊരു ലഘുചിത്രം പോലെ നേരത്തെ നൽകുന്നു. എന്നിട്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നു. അങ്ങനെയാണ് ഇവിടെ ഈ ചരിത്രം പറയുന്നത്. വായനക്കാരിൽ ഒരു ആകാംക്ഷ ജനിപ്പിക്കാനും ചരിത്രത്തിലെ പ്രധാന പോയിന്റിലേക്ക് ശ്രദ്ധ തിരിക്കാനും ഒക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ്, ഇങ്ങനെ നമുക്ക് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇതാണ് ഖുർആൻ പറയുന്ന ആ ചരിത്രങ്ങളുടെ പ്രത്യേകം എന്ന് പറയുന്നത്. ഇവിടെ മലക്കുകളോട് അള്ളാഹു സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. ഉസ്ജുദൂ ലി ആദമ, ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യുകയും. ഫസജദൂ, അവരെല്ലാവരും സുജൂദ് ചെയ്തു എന്ന്. ഇത് ആദം അലൈഹി സ്വലാമെ ആരാധിക്കാനുള്ള സുജൂദാണോ? അല്ല, അള്ളാഹുവിന്റെ കൽപ്പനയോടുള്ള വിധേയത്വവും ആദമിനോടുള്ള ബഹുമാനവുമാണ് ഇവിടെ കാണുന്നത്. നമ്മൾ സുജൂദ് ചെയ്യാ എന്ന് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞ ആ കാര്യം അതിന് വിധേയപ്പെടുന്നു, അതിനനുസരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയോടുള്ള വിധേയത്വവും ആദം നബി അലൈഹി സ്വലാമയോടുള്ള ബഹുമാനവുമാണ് മലക്കുകൾ അവിടെ പ്രകടിപ്പിക്കുന്നത്. അല്ലാതെ ഒരു ആരാധനയല്ല, ആദം നബി അലൈഹി സ്വലാമയെ ആരാധിക്കുന്ന ഒരു സുജൂദല്ല അവിടെ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഭൂമിയിലെ അള്ളാഹുവിന്റെ ഖലീഫയായി വരുന്ന മനുഷ്യന് സേവനം ചെയ്യാൻ പ്രപഞ്ചത്തിലെ ശക്തികൾ ബാധ്യസ്ഥരാണ് എന്നതിന്റെ ഒരു വിളംബരം കൂടിയാണ് ഇത്. മലക്കുകൾ പലപ്പോഴും മനുഷ്യരുടെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തിലെ പല ശക്തികളെ പോലെ മലക്കുകളും തന്നെ മനുഷ്യർക്ക് വേണ്ടി സേവനം ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നതിന്റെ ഒരു വിളംബരം കൂടെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ആദം നബി അലൈഹി സ്വലാമയും അതേപോലെ ഹവ്വാ ബീവിയും ഒക്കെ താമസിക്കുന്നത് സ്വർഗത്തിലാണ് എന്ന് നമുക്കറിയാം.
അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പിന്നീട് അവർ പുറത്താക്കപ്പെടുന്ന സംഭവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ആ സ്വർഗത്തിലെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ട, നേരത്തെ ഇന്നി ജായിലു ഫിൽ അർളി ഖലീഫ എന്ന് പറഞ്ഞല്ലോ അള്ളാഹു മലക്കുകളോട്, ഞാൻ ഭൂമിയിൽ ഒരു ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാമയെ സൃഷ്ടിക്കുന്നത്. എന്നിട്ട് പിന്നെ അവർ താമസിക്കുന്നത് സ്വർഗത്തിലാണല്ലോ. അതെന്തുകൊണ്ടാണ്? അതെന്താണ് കാരണം? ആദം നബിയെ അള്ളാഹു സൃഷ്ടിച്ചത് സ്വർഗത്തിൽ സ്ഥിരമായി താമസിക്കാനല്ല, മറിച്ച് ഭൂമിയിൽ തന്റെ പ്രതിനിധിയായി അയക്കാനാണ് എന്ന് നേരത്തെ തന്നെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതാണ്. അപ്പൊ അതിനിടയ്ക്കുള്ള, അങ്ങനെ അദ്ദേഹം സ്വർഗത്തിൽ ആ തുടക്കകാലത്ത് കുറച്ച് സമയം അവിടെ സ്വർഗത്തിൽ ഉണ്ടായിരുന്ന കാരണങ്ങളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, അത് ഭൂമിയിലെ തന്റെ ദൗത്യം നിർവഹിക്കുന്നതിന് മുമ്പുള്ള ഒരു ട്രെയിനിങ് ക്യാമ്പ് പോലെ ആയിരിക്കാം എന്ന് അതിനെ സംബന്ധിച്ച് അഭിപ്രായപ്പെട്ട ആളുകളുണ്ട്. സ്വർഗത്തിലെ ഭൂമിയിലേക്ക് വരുന്നതിന്റെ മുമ്പ് അള്ളാഹു കുറച്ചു കാലം അവിടെ സ്വർഗത്തിൽ താമസിക്കാനുള്ള അനുവാദം നൽകി, അല്ലെങ്കിൽ അവിടെ താമസിപ്പിച്ചു എന്നതല്ലാതെ ശാശ്വതമായി അവർ ഭൂമിയിൽ തന്നെ താമസിക്കേണ്ട വിധത്തിലാണ് അള്ളാഹു മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്, ആദം നബി അലൈഹി സ്വലാമയെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന്റെ തെളിവ് നമ്മൾ പറഞ്ഞു. അവര് ആദം നബിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു മലക്കുകളോട് പറഞ്ഞത്, ഇന്നി ജാഇലു ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ നാം ഒരു ഖലീഫയെ സൃഷ്ടിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മനുഷ്യരുടെ വാസം സ്വർഗത്തിലല്ലായിരുന്നു. സ്വർഗത്തിലേക്ക് വേണ്ടിയല്ല മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചത്, ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയാണ്, അവരുടെ ശാശ്വതമായ ജീവിതത്തിന് വേണ്ടിയാണ്. ഭൂമിയിലുള്ള ജീവിതം കഴിഞ്ഞിട്ട് പിന്നീട് ശാശ്വതമായ ജീവിതം, ആ ജീവിതം സ്വർഗമോ നരകമോ എന്ന നിലക്ക് കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളുമായിട്ടാണ് അള്ളാഹു മനുഷ്യരെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് എന്നും നമുക്ക് കാണാം. ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇബ്ലീസിന്റെ അഹങ്കാരവും തകർച്ചയുമാണ്. മലക്കുകളോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ ഇബ്ലീസ് മാത്രം വിസമ്മതിച്ച കഥ പറയുന്നുണ്ടല്ലോ. അതൊക്കെ അടുത്ത ആയത്തുകളിൽ വരുന്നുണ്ട്. നമ്മൾ അതിന്റെ ഒരു സംഗ്രഹിച്ച് അതിനെ ചുരുക്കി ഇവിടെ നേരത്തെ പറഞ്ഞു പോവുകയാണ്. അവൻ മലക്കുകളിൽപ്പെട്ടവനല്ല, മറിച്ച് ജിന്നുകളിൽപ്പെട്ടവനായിരുന്നു, കാനമിനൽ ജിന്ന്. എന്നാൽ അവന്റെ കഠിനമായ ആരാധനകൾ കാരണം അവൻ മലക്കുകളുടെ സദസ്സുകളിൽ ഇടം നേടിയിരുന്നു. അതുകൊണ്ടാണ് ആ കൽപ്പന വന്നപ്പോ ഇബ്ലീസും ആദമിന് സുജൂദ് ചെയ്യാൻ ബാധ്യസ്ഥനായത് എന്നാണ് അതിന്റെ വിശദീകരണത്തിൽ കാണുന്നത്. ഇവിടെ അങ്ങനെ നമ്മൾ നോക്കുമ്പോ ഈ സംഭവത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോ, അള്ളാഹു ആദം നബി അലൈഹി സ്വലാമയെ സ്വർഗത്തിൽ സൃഷ്ടിക്കുന്നു. അതിന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഇണയും സ്വർഗത്തിൽ താമസിച്ചു വരുന്നു. പിശാചി അവനെ വഴിവെപ്പിക്കുന്നു. അങ്ങനെ ഭൂമിയിലേക്ക് വരുന്നു. അതിനൊക്കെ ശേഷമാണ് അള്ളാഹു ആദം നബി അലൈഹി സ്വലാമയെ നബിയായി, ഒരു പ്രവാചകനായി തിരഞ്ഞെടുക്കുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കാണുക, നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഒരു സംഭവം കൂടെ ഇതിന്റെ മുന്നിൽ വെച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഇതൊക്കെ എവിടെ നടന്ന സംഗതികളാണ്? എവിടെ നടന്ന സംഗതികളാണ്? ഭൂമിയിൽ വെച്ച് നടന്നതല്ലല്ലോ, സ്വർഗത്തിൽ വെച്ച് നടന്നതല്ലേ? സ്വർഗം എന്ന് പറയുന്നത് എവിടെയാണ്? മലക്കൂത്തിലാണ്. അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉടമസ്ഥതയില്ലാത്ത, നമ്മുടെ അറിവിലില്ലാത്ത ഒരു ലോകത്ത് വെച്ച് നടന്ന സംഗതികളാണ്, മലക്കൂത്തിൽ വെച്ചതാണ്. പ്രപഞ്ചത്തിൽ യഥാർത്ഥത്തിൽ രണ്ടു തരത്തിലുള്ള തലങ്ങളുണ്ട്. ഒന്ന് നമുക്ക് ദൃശ്യമായ മുൽക്ക് എന്ന് പറയുന്നത്, അതാ ഭൂമി, സൂര്യൻ, ഗ്രഹങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള സംഗതികളാണ്. നമുക്ക് അദൃശ്യമായ മലക്കൂത്തുണ്ട്, അഥവാ മലക്കുകൾ, അതേപോലെ ഈ ഗുരുത്വാകർഷണം പോലെയുള്ള പ്രകൃതി നിയമങ്ങൾ, അതൊക്കെ മലക്കൂത്തുകളാണ്, അള്ളാഹുവിന്റെ പ്രത്യേക ഉടമസ്ഥതയിലുള്ള സംഗതികളാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് ആദമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടത്. അവിടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം ഉണ്ടായിരുന്നത് എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ, നമ്മുടെ ഈ ലോകത്തിലുള്ള സംഗതികളുമായി അതിനെ സാമ്യം ചെയ്യാൻ, അതിനെ താരതമ്യം ചെയ്യാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല എന്നുകൂടെ ഈ സംഭവം വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് മനുഷ്യന്റെ ഭൂമിയിലെ ദൗത്യത്തിന് വേണ്ടി അദൃശ്യ ലോകത്തെ ശക്തികളെ അള്ളാഹു അദ്ദേഹത്തിന് വിധേയപ്പെടുത്തി കൊണ്ടുള്ള ഒരു സംഭവ വികാസങ്ങളാണ് അവിടെ സ്വർഗലോകത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നത്. ആ നിലക്കാണ് മലക്കുകൾ അദ്ദേഹത്തിന്
സുജൂദ് ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായത് എന്ന്. കൂടെ ഒന്നുകൂടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ മനുഷ്യൻ സ്വതന്ത്രനാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പാലിക്കാതിരിക്കാം, അവന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം, ധിക്കാരം ചെയ്യാം, അനുസരണക്കേട് കാണിക്കാം, അള്ളാഹുവിനെ ഏറ്റവും നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്തുകൊണ്ട് പോകാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്തുണ്ട്. എന്നാൽ വേറൊരു ഭാഗത്ത് ജനനം, മരണം, രോഗം തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അള്ളാഹുവിന്റെ അധീനതയിലാണ്. മനുഷ്യൻ അതില് ഒരു സ്വാതന്ത്ര്യമില്ല. ജനനത്തിന്റെ വിഷയത്തിൽ, മരണത്തിന്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ അവന് രോഗം വരുന്ന കാര്യങ്ങളെ അങ്ങനെ വെച്ച് നോക്കുമ്പോഴൊക്കെ മനുഷ്യന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നടക്കാത്ത മറ്റൊരു മേഖലയും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോ ഇങ്ങനെയുള്ള മനുഷ്യൻ ആരാധനയിലൂടെ സ്വന്തം ഇഷ്ടത്തെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് കീഴൊതുക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം. അവരാണ് യഥാർത്ഥത്തിലുള്ള ഇബാദുകൾ, അടിമകൾ, സത്യവിശ്വാസികളായ അടിമകൾ എന്ന് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. ആദം നബി അലൈഹി സ്വലാം സ്വർഗത്തിൽ നിന്ന് പുറത്തായത് നമ്മളൊരു നഷ്ടമല്ല, മറിച്ച് ഭൂമിയിലേക്കുള്ള നിയോഗത്തിന്റെ ഒരു പൂർത്തീകരണമാണ്. പിശാചിന്റെ തന്ത്രങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കാനും തെറ്റുകൾ സംഭവിക്കുമ്പോൾ വിനയത്തോടെ അള്ളാഹുവിലേക്ക് മടങ്ങാനും ഈ ചരിത്രം നമ്മളെ വേണ്ടുവോളം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഭൂമിയിൽ മനുഷ്യൻ അള്ളാഹുവിന്റെ ഒരു ഖലീഫയാണ്. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും അവന്റെ ദൗത്യത്തിന് സഹായികളായിട്ട് അള്ളാഹു ഇവിടെ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. തുടക്കത്തിൽ തന്നെ മലക്കുകളെ സുജൂദ് ചെയ്യാൻ വേണ്ടി ഏർപ്പാടാക്കിയത് മുഖേന മലക്കുകളടക്കം ഈ പ്രപഞ്ചത്തിലെ ഒരുപാട് ചരാചരങ്ങൾ മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യർക്ക് ഈ ഭൂമുഖത്ത് ജീവിക്കാൻ, അള്ളാഹുവിന്റെ ഖലീഫയായി ജീവിക്കാനുള്ള അതിന് സഹായികളായിട്ട് അള്ളാഹു ഇവിടെ നിശ്ചയിച്ചിരിക്കുന്നു എന്നൊക്കെ ഈ വിശദീകരണങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിഷയങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. ഫഖുൽനാ യാ ആദം ഇന്ന ഹാദാ അദുവ്വുൻ ലക വലിസൗജിക വലാ യുഖ്രിജന്നകുമാ മിനൽ ജന്ന. അർത്ഥം പറഞ്ഞു പോയി. നമ്മൾ ആദമിനോട് പറഞ്ഞു, ഇവൻ നിങ്ങളുടെ വലിയ ശത്രുവാണ്, നിങ്ങളെ രണ്ടുപേരെയും ഇവൻ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാതിരിക്കട്ടെ. അങ്ങനെ പുറത്താക്കിയാൽ നീ കഷ്ടപ്പെടേണ്ടതായിട്ട് വരും എന്ന് പറയുന്ന വലിയൊരാശയത്തിലേക്കാണ്. നിങ്ങൾ രണ്ടുപേരും പുറത്തു പോകും, എന്നിട്ട് നീ കഷ്ടപ്പെടേണ്ടി വരും എന്ന് പറയുന്നതിലുള്ള ബുദ്ധിയും യുക്തിയും ഒക്കെ എന്താണെന്ന് നമുക്ക് ആലോചിക്കാം. നിങ്ങളും വേണമെങ്കിൽ ആലോചിച്ച് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് തഫ്സീറുകളൊക്കെ പരിശോധിച്ച് മനസ്സിലാക്കുക. വലിയൊരു യുക്തിയുണ്ട് അതിൽ. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരാശയം ഈ ആയത്തിലുണ്ട്. ഇൻഷാ അല്ലാഹ് 117-ാമത്തെ ആയത്ത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം എന്ന് കരുതുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോകുന്ന ചെറുതും വലുതുമായ കുറ്റങ്ങൾ അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. പിശാചിന്റെ കെണിയിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകത്ത് അള്ളാഹു ശാന്തിയും സമാധാനവും സദാസമയവും വർഷിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്ന് നമ്മുടെ നാടിനെയും മറുനാടിനെയും ഒക്കെ അള്ളാഹു എല്ലാ നിലക്കും കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയും കൂടെ അള്ളാഹു അത് സ്വാലിഹായ കർമ്മമായി സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധത്തിലുള്ള ജീവിതത്തിലുള്ള ചെറുതും വലുതുമായ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു വരുമാറാകട്ടെ. കുവൈത്തിലൊക്കെ നമ്മുടെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പല സഹോദരങ്ങളും ജോലിയിലും അതേപോലെ ഉള്ള പല വിഷയങ്ങളിലും ഒക്കെ പ്രയാസം അനുഭവിക്കുന്നവരായിട്ട് ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളുകളിൽ തന്നെയുണ്ട്. അവർക്ക് എല്ലാവർക്കും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാകുന്നതിന് ഒരു പ്രയാസവും ഇല്ലാതെ അവർ നാട്ടിലെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണല്ലോ. അതിനു വേണ്ടിയിട്ട് കുട്ടികളെ പുലർത്താൻ, കുടുംബം നോക്കാനൊക്കെ അതിനുവേണ്ടി ജീവിക്കുന്ന ആളുകളാണല്ലോ. എല്ലാവർക്കും വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ربنا منا انك انت السميع العليم واخر دعوانا الحمد لله رب العالمين وجزاكم الله خير. السلام عليكم ورحمه الله وبركاته. وعليكم السلام ورحمه الله وبركاته.